മോർണിംഗ് എഴുന്നേറ്റ് ഞാൻ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. സമയം 5:30. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് മോർണിംഗ് ആണ് ഹാവ്ലോക്കിൽ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് നീൽ ഐലൻഡിലേക്ക് പോകും. ഞാൻ ബീച്ചിലൂടെ കുറച്ചു ദൂരം നടന്നു. സൺറൈസും ലൈറ്റ് വേവ്സും കടൽക്കാറ്റും ആകെ കൂടി ഒരു അടിപൊളി കോമ്പിനേഷൻ. ഇവിടെ തന്നെ സ്ഥിര താമസമാക്കിയാലോ എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ ഇങ്ങനെ കടൽക്കാറ്റും കൊണ്ട് ചിൽ ചെയ്തങ്ങനെ അടിപൊളി വെക്കേഷൻ സ്പോട്ട്. ഹാവ്ലോക്കിലെ സെക്കൻഡ് ആൻഡ് ലാസ്റ്റ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ റിസോർട്ടിന്റെ റെസ്റ്റോറൻറ്റിലെത്തി. കയറി വരുമ്പോൾ തന്നെ ജ്യൂസും കൂൾ ഡ്രിങ്ക്സും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ മെനുവിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഇന്ന്. ഫ്രൂട്ട്സിൽ ബനാന പപ്പായ, ദെൻ ബ്രെഡ് ടോസ്റ്റ് വിത്ത് ബട്ടർ ജാം, പിന്നെ പൂരി, കടലക്കറി, ഊത്തപ്പം, ടീ ആൻഡ് കോഫി, സേമിയ ഉപ്മാവും സാമ്പാറും. എല്ലാം കുറച്ചെടുത്ത് ഞങ്ങൾ കഴിക്കാനിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ വീണ്ടും റിസോർട്ടിന്റെ ബീച്ചിലേക്ക്. എത്ര കണ്ടാലും മതി വരാത്ത ബീച്ച്. ഇപ്പോൾ വേലിയിറക്കമായതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം വളരെ കുറവാണ്. ഈ സ്ഥലത്ത് നിന്നും തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ബട്ട് ഇന്ന് ഹാവ്ലോക്കിലെ സെക്കൻഡ് ഡേ കഴിയുകയാണ്. ഇനി നേരെ നീൽ ഐലൻഡിലേക്ക്. 9:30 ആണ് ഇവിടുന്ന് ഫെറി. ടാക്സി വെയിറ്റിംഗ്. ഇവിടെ ബോർഡിംഗ് പാസ് റെഡിയാക്കി തന്നിട്ടുണ്ട് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ അജിത് ബ്രോ. ഞങ്ങളുടെ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാത്ത് ഫൈൻഡർ ട്രാവൽ മേറ്റ്സും ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് വെക്കേഷൻ അൻഡമാൻസും. ബിഗ് താങ്ക്സ് ടു ദം. നോട്ടിക്ക ക്രൂയിസ് എത്തിയിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ബോർഡിംഗ്. നോട്ടിക്ക ക്രൂയിസിൽ രണ്ടാമത്തെ ട്രിപ്പ്. ലഗേജ് ഡ്രോപ്പ് ചെയ്തു, ബോർഡിംഗ് സ്റ്റാർട്ടായി. സുന്ദരമായ ഹാവ്ലോക്കിനോട് വിടാം. അങ്ങനെ 1 hour ജേണിക്ക് ശേഷം വി റീച്ച്ഡ് നീൽ ഐലൻഡ്. മറ്റൊരു സുന്ദരമായ ഐലൻഡ്. ബോട്ട് ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് 500 മീറ്റർ കൂടുതൽ നടക്കാനുണ്ട്. ഇവിടെ റിക്ഷ സർവീസ് കിട്ടും ലഗേജ് പുറത്തേക്ക് കൊണ്ടുപോകാൻ. സോ ഞങ്ങൾ 100 രൂപ കൊടുത്തപ്പോൾ ഞങ്ങളുടെ 3 ലഗേജും അതാ പോകുന്നു. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പുറത്തെത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ ടാക്സി വെയിറ്റിംഗ് ആയിരുന്നു. ഇനി നേരെ നാച്ചുറൽ ബ്രിഡ്ജ് കാണാൻ. നീൽ ഐലൻഡിലെത്തി ഞങ്ങൾ നേരെ നാച്ചുറൽ ബ്രിഡ്ജ് കാണാനാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് പാറയാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഡെഡ് കോറൽസ് ആണ് ഈ പാറ പോലെ കാണുന്നത്. ഇതിലൂടെ കുറച്ചു ദൂരം നടന്നു വേണം നാച്ചുറൽ ബ്രിഡ്ജിലെത്താൻ. നല്ല വെയിലുണ്ട്. ലോ ടൈഡ് ഉള്ളപ്പോഴാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ളത്. ഇതാ നമ്മുടെ കൺമുന്നിൽ പ്രകൃതി നിർമ്മിച്ച ബ്രിഡ്ജ്. ആൻഡമാനിലെ ഐക്കോണിക് വ്യൂ പോയിന്റ്. നീലക്കടലും ഭൂമിയും ചേർന്ന് നിർമ്മിച്ച ഒരു വിസ്മയം. നല്ലൊരു ഫോട്ടോഷൂട്ട് പ്ലേസായ ഇവിടെ പേയ്മെന്റ് ചെയ്താൽ നല്ല ഫോട്ടോഗ്രാഫേഴ്സിന് കിട്ടും. ഇവിടെ കാല് വെക്കുന്ന ഓരോ സ്ഥലത്തും പൊത്തുകളിൽ പലതരം ഫിഷും സ്റ്റാർ ഫിഷും വെറൈറ്റി കടൽ ജീവികളും കാണാൻ പറ്റും. ചെറിയ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗൈഡിനെ ഇവിടെ കിട്ടും. അവർ ഡീറ്റെയിൽ ആയി ഈ ജീവികൾ നമുക്ക് കാണിച്ചു തരും. ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്ത് എൻജോയ് ചെയ്ത് തിരിച്ചിറങ്ങി. നീൽ ഐലൻഡിലെത്തി നാച്ചുറൽ ബ്രിഡ്ജ് കണ്ട് 12 മണിയോടെ ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ ലക്ഷ്മി കോണ്ടിനെന്റിലെത്തി ചെക്ക് ഇൻ ചെയ്തു. നീലാകാശത്തിന് കീഴെ നിറയെ പച്ചപ്പ് നിറഞ്ഞ ഒരു കുന്നിൻ ചെരുവിൽ തീർത്ത നല്ല ഭംഗിയുള്ള പ്രോപ്പർട്ടി. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. നല്ലൊരു സിറ്റ് ഔട്ടും ചെയർസും അതിലിരുന്ന് പുറത്തേക്ക് നോക്കിയാൽ ഭംഗിയുള്ള കാഴ്ചകളുമുള്ള കോട്ടേജ്. ഇനി ഇതിനുള്ളിലേക്ക് കയറിയാലോ? വിശാലമായ മുറിയിൽ വിശാലമായ ഒരു ബെഡും അലമാരയും AC-യും TV-യും. വാഷ്റൂം കൂടി നോക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വലിയൊരു വാഷ്റൂം ഏരിയ. ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് 1 മണിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നാണ് ടാക്സി ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫ്രഷായി റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഇനി പോകുന്നത് ഭരത്പൂർ ബീച്ചിലേക്ക്. വഴിക്ക് ലഞ്ചും കഴിക്കണം. നീൽ ഐലൻഡിലെ തെങ്ങും മരങ്ങളും നിറഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ ഭരത്പൂർ ബീച്ചിലേക്ക്. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ആദ്യം ബീച്ച് സൈഡിൽ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ കയറി.
അത്ര ഹൈഫൈ ഒന്നും അല്ലെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ്. മെനുവിലെ ഐറ്റംസ് ഒക്കെ നോക്കി ഒരു ഫിഷ് താലിയും ചിക്കൻ താലിയും ഓർഡർ ചെയ്തു. ഫിഷ് സെലക്ട് ചെയ്യാൻ ഇതാ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. 500 റുപ്പീസാണ് സ്റ്റാർട്ടിങ്. അതിലൊന്ന് ഇതാ നല്ല മസാലയൊക്കെ ഇട്ട് ഫ്രൈ ആക്കി കൊണ്ടുവന്നിരിക്കുന്നു. കൂടെ ഫിഷ് ആൻഡ് ചിക്കൻ താലിയും. നല്ല മുരിഞ്ഞ ടേസ്റ്റി ഫിഷ് ഫ്രൈ. അല്പസമയം കൊണ്ട് തന്നെ പ്ലേറ്റ് കാലി. ലഞ്ച് കഴിച്ച് ഞങ്ങൾ നേരെ ഭരത്പൂർ ബീച്ചിലേക്ക്. വഴിയിൽ സീഷെൽസും ഹാൻഡിക്രാഫ്റ്റ്സും ഒക്കെ വിൽക്കുന്ന ഒരുപാട് ചെറിയ കടകളുണ്ട്. ഭരത്പൂർ ബീച്ച് ശാന്തസുന്ദരമായ ഒരു ബീച്ച്. ഇവിടെ 100 രൂപ കൊടുത്താൽ ഇരിക്കാൻ പായ കിട്ടും. വേവ്സ് വളരെ കുറവായതിനാൽ ഈ ബീച്ചിൽ ധൈര്യമായി ഇറങ്ങി കളിക്കാം. ഒരാൾ ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. മെല്ലെ പോകുന്നുണ്ട് കടലിലേക്ക്. ഭാഗ്യം, ഇവിടെ ഇരുന്ന് കളിക്കാനുള്ള പ്ലാനായിരുന്നു. കടലിൽ ബക്കറ്റുമൊക്കെ കുളിക്കുന്ന സിദ്ധാർത്ഥ്. കടലിലെ കുളി കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോകുന്നത് ലക്ഷ്മൺപൂർ ബീച്ചിലേക്കാണ് സൺസെറ്റ് കാണാൻ. അങ്ങനെ 5 മണിയോടെ ലക്ഷ്മൺപൂർ ബീച്ചിലെത്തി ഞങ്ങൾ ഇതുവരെ കണ്ട ബീച്ചിൽ നിന്ന് വ്യത്യസ്തമായ ബീച്ചാണ് ഇവിടെ കണ്ടത്. ഭരത്പൂർ ബീച്ചിലെ ശാന്തമായ കടലിൽ നിന്ന് വ്യത്യസ്തമായി ശക്തമായ തിരമാലകളുള്ള ബീച്ച്. സോ ഇവിടെ കടലിലിറങ്ങി കളിക്കാൻ അനുവാദമില്ല. നീലയും പച്ചയും കലർന്ന കടലിനെ ഇങ്ങനെ ആസ്വദിക്കാനാണ് ഇവിടെ രസം. അങ്ങ് ദൂരെ ക്രൂയിസ് ബോട്ട് പോകുന്നത് കണ്ടു നിൽക്കാൻ അതിലും രസം. ലക്ഷ്മൺപൂർ ബീച്ച് ഈസ് ഫേമസ് ഫോർ സൺസെറ്റ് വ്യൂ. അങ്ങനെ ഞങ്ങൾ സുന്ദരമായ ഒരു സൺസെറ്റും കണ്ടു. നീൽ ഐലൻഡ് മുഴുവൻ കറങ്ങി സൺസെറ്റും കണ്ട് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തി. ഫുൾ ഡേ ബോട്ടിലും കാറിലുമൊക്കെയുള്ള യാത്രയും ബീച്ചിലെ കളിയും ഒക്കെ കൂടി എല്ലാവരും ടയേർഡായി. റിസോർട്ടിലിന്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഡിന്നർ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇനിയൊന്ന് ഉറങ്ങണം. അപ്പോൾ നാളെ കാണാം.